നമസ്കാരം. നമ്മൾ തലവലപ്പറമ്പിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ഫ്ലൈ വീൽസിന്റെ രണ്ടാമത്തെ ഷോറൂമിന്റെ വീഡിയോയും കാര്യങ്ങളും നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മളിപ്പോ ഒന്ന് ഫുള്ള് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കാണുന്നതാണ് നമ്മുടെ തലവലപ്പറമ്പിലെ രണ്ടാമത്തെ ഫ്ലൈ വീൽസിന്റെ ഷോറൂം. അപ്പൊ നമുക്ക് അകത്തോട്ട് കയറി പോകാം. ഒട്ടേറെ വണ്ടികളുണ്ട് ഇവിടെ. കൂടുതലും കിടക്കുന്ന ടാക്സി വണ്ടികൾ കാര്യങ്ങളൊക്കെയാണ്. ഒട്ടുമിക്ക ടാക്സി വണ്ടികളും ഈ ഷോറൂമിനകത്താണ് നമ്മുടെ കിടക്കുന്നത്. എത്തിയോസിന്റെ ടാക്സി ഉണ്ട്, സെലീരയുടെ ടാക്സി ഉണ്ട്, പിന്നെ എർട്ടിഗയുടെ ടാക്സി വണ്ടി കിടപ്പുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ടാക്സി വണ്ടികളും കാര്യങ്ങളും കുറച്ചും കൂടെ കൂടുതൽ ഈ ഷോറൂമിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെയും അല്ലാണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രൈവറ്റ് വണ്ടികളും വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കിടക്കുന്ന വണ്ടികൾ വേറെ ഇന്നോവയും കൂടെ ഇവിടെ കാണിക്കാൻ കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ എല്ലാം ഫുൾ ഡീറ്റെയിൽസും വീഡിയോ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് നേരെ ഇടോട്ട് കിടക്കാം. അപ്പൊ അമീന, നമ്മുടെ രണ്ടാമത്തെ ഷോറൂം വീണ്ടും വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ കൂടുതലും ടാക്സി വണ്ടികളും കാര്യങ്ങളാണ് കിടക്കുന്നത്. ഉറപ്പായിട്ടും അതാണ്. ഏകദേശം എത്രത്തോളം ടാക്സി വണ്ടികൾ നമുക്ക് ഇപ്പൊ കാണിക്കാൻ? 1, 2, 3, 4, 5, 6, 7, 8 വണ്ടിയാണ്. ഓക്കെ, ഇനി കേറാനുള്ള വണ്ടികൾ എത്ര കിടപ്പുണ്ട്? ഒരു ടാക്സി 3 എണ്ണം കയറാൻ കിടപ്പുണ്ട്. 3 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇനിയും വണ്ടികൾ കയറാനായിട്ട് വേറെ കിടപ്പുണ്ട്. ടാക്സി വണ്ടികളാണ് ഈ ഷോറൂമിൽ കൂടുതലുള്ളത്. അപ്പൊ നമുക്ക് ആദ്യമേ എത്തിയോസ് അല്ലേ? എത്തിയോസ് ടാക്സി വണ്ടിയാണ്. തുടങ്ങിയേക്കാം. ഇതിന്റെ വില എന്നാ? 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടി, 1,20,000 കിലോമീറ്റർ ഓടിയത്. 2015 മോഡല് 16 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി, കമ്പനി സർവീസ്, 1,20,000 കിലോമീറ്റർ ഓടിയത്. ഓക്കെ, ഇത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എങ്ങനെയാണ്? പഴയ ഷേപ്പ്. ഓക്കെ, അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ട്. അത്യാവശ്യമല്ല, ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് കേട്ടോ. ഫുള്ള് കമ്പനി സർവീസ്, 1,20,000 കിലോമീറ്ററും ടാക്സിയിൽ കമ്പനി സർവീസ് ഓടിയേക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഇതിന്റെ ചോദിക്കുന്ന വില? നമുക്ക് 5,80,000 രൂപ കൊടുക്കാം. 5,80,000 രൂപ. 80,000 രൂപ. ഓക്കെ. ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ കിടക്കുന്ന ഇന്ത്യയിലാണ്. ടാക്സി വണ്ടി ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇന്ത്യയിൽ വളരെ വൃത്തിയായി ലാഗായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരുന്ന വണ്ടിയല്ലത്. അല്ല, ലോക്കൽ ഓട്ടങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് പുള്ളി തന്നെ പക്ക ഷോറൂം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു വണ്ടിയാണ്. അപാകത, ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. എടുത്തിട്ട് ചെയ്യാൻ വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേഞ്ച് വരും ചെയ്യണം. ഓയിൽ വരെ ചേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, ഇത് നമുക്ക് ഫൈനാൻസ് എത്ര രൂപ വരും? ഇതിന് നമുക്ക് 5 രൂപ വരും. 5 രൂപ വരും. 85 രൂപ കയ്യിലുണ്ട്. 85 രൂപ ഡൗൺ പേയ്മെന്റ്. ഓക്കെ, ഈ 85 എന്തെങ്കിലും കുറയോ? ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വേറെ എറ്റിയോസ് തന്നെ നമുക്ക് കാണിക്കാം. 2016 ഒറിജിനൽ രജിസ്ട്രേഷൻ വണ്ടി. രജിസ്ട്രേഷൻ അല്ല, മോഡൽ ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്. 2016 മോഡൽ എറ്റിയോസ് തന്നെ. എറ്റിയോസ് കൺവെർട്ടഡ് ടു പ്ലാറ്റിനം. ഓക്കെ. ഇത് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, കാര്യങ്ങളെല്ലാം നോക്കിക്കോളൂ കേട്ടോ. അലോയ് വീലും കാര്യങ്ങളെല്ലാം വരുന്നത്. എല്ലാ അലോയ് ഫുള്ള് സെറ്റ് വണ്ടി. ഓക്കെ, ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ വളരെ നീറ്റ് കണ്ടീഷനിൽ കിടക്കുന്ന ഒരു ഇന്ത്യയിലാണ്. ഇതിന്റെ സെയിം കളർ ഇന്ത്യയിലായിരുന്നു അല്ലേ? അതെ. അല്ലടാ, വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പോ അടിയിൽ ഫ്ലോ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അലോയ് വീലാണ് വരുന്നത്. 4 ടയറും പുതിയ ടയറാ അല്ലേ? അതെ. ഓക്കെ, 4 പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപാകത കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടി. ഇത് ഫുള്ള് കമ്പനി സർവീസ്, ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി. അതും ഡീസൽ തന്നെ അല്ലേ? അതും ഡീസൽ വണ്ടി. ഓക്കെ, 34 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇപ്പൊ ടാക്സി പ്രസ്ഥാനത്തിലോട്ട് ടൂർ പാക്കേജ് കാര്യങ്ങളെല്ലാം പോകുന്നവർക്ക് വളരെയധികം മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. എഞ്ചിനോട് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന് എന്താണ് ചോദിക്കുന്നതല്ല? ഇത് നമുക്ക് 5,50,000 രൂപ കൊടുക്കാം. 5,50,000 രൂപ. അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ. ഈ കൂടുതൽ ഇതിനെ കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളും അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക, നേരിട്ട് വരിക, ഒരു മെക്കാനിക്കോ ആരെങ്കിലും ഒക്കെ കൂട്ടി വരിക. ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുവന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വരിക. ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ടാക്സി വണ്ടിയിൽ തന്നെ കാണിച്ചാലോ? ഇത് കാണിക്കാം. CNG ഉള്ള വണ്ടി. CNG കൂടെ കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ മൈലേജ് അങ്ങോട്ട്. CNG എന്ന് പറഞ്ഞാൽ നമുക്ക് 600 രൂപ നമ്മൾ CNG അടിക്കുകയാണെങ്കിൽ 200 കിലോമീറ്റർ മൈലേജ് കിട്ടുക. 600 രൂപയ്ക്ക് CNG അടിക്കുകയാണെങ്കിൽ 200 കിലോമീറ്റർ മൈലേജ് കിട്ടും. അപ്പൊ ടാക്സി പ്രസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ നോക്കുവാണെങ്കിൽ CNG വണ്ടികൾ നോക്കണ കൊണ്ടാണല്ലോ. വണ്ടികൾ അത്യാവശ്യം ഒരു 3 ലക്ഷം 4 ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടാൻ നേരത്ത് ചെറിയ ലാഗൊക്കെ വരും. എന്നാലും മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2016 മോഡൽ. 16 VXi. 16 മോഡൽ ഒന്ന് 10 ഓടിയിട്ടുണ്ട്. 10 സർവീസ് ഉള്ള വണ്ടിയാണ്. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ, ടയറൊക്കെ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ. ഓക്കെ, വേറെ എടുത്തു പോയതൊക്കെ വേണം. മേജർ പരിപാടി കാര്യങ്ങൾ എന്തെങ്കിലും തട്ടമുട്ട അപാകത കാര്യങ്ങളൊന്നും ബ്ലഡ് ഒന്നുമില്ല. 100% അപ്പൊ ഇത് പാർക്കൻസീലിൽ നടക്കുന്ന ഒരു വണ്ടിയാണ്. CNG ഉൾപ്പെടെ ചെയ്തേക്കുന്ന ഒരു വണ്ടിയാണ്. CNGയും പെട്രോൾ ആണോ ഡീസലാണോ? പെട്രോൾ. CNGയും പെട്രോളും. ഓക്കെ, VXi വേരിയന്റ് വരുന്ന ഒരു വണ്ടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ആസ്കിംഗ് പ്രൈസ്
3.35 കൊടുക്കാം. 3,30,000 രൂപ. ഫൈനാൻസ് കയറുമോ? ഫൈനാൻസ് കയറും. എത്ര വേണ്ടി വരും? 2.25-നും 3-നും ഇടയ്ക്ക് കയറും. ഉറപ്പായിട്ടും. അപ്പൊ അതും ഒരു 75-80 രൂപ ഉണ്ടെങ്കിൽ 3.35 കൊടുക്കുന്ന 3.35 അല്ല, ഞാൻ മറ്റേ വണ്ടി എടുക്കാം. 35 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. 35 രൂപ 2.25 ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കയറ്റി കൊടുക്കാം. 50 രൂപ എന്തായാലും ഇറങ്ങാൻ പറ്റും. പിന്നെ പ്രൊഫൈൽ അനുസരിച്ച് ഞാൻ പറഞ്ഞ 2.25, 3 അങ്ങനെ കയറും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് നോക്കാം. ടാക്സി കൊടുക്കാൻ ടാക്സി എർട്ടിക നോക്കിയാലോ? എർട്ടിക ടാക്സി 7 സീറ്റർ വണ്ടി അല്ലേ? 7 സീറ്റർ വണ്ടി. ഓക്കെ, 2016 വീഡിയോ സിംഗിൾ ഓണർ വണ്ടി തന്നെ, സ്മാർട്ട് ഹൈബ്രിഡ് ഓപ്ഷൻ തന്നെ വണ്ടി. ഓക്കെ, 2016 മോഡൽ വണ്ടി അല്ലേ? എർട്ടിക ടാക്സി ആണ് നമ്മൾ 1,23,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി കേട്ടോ. ഓക്കെ 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 1,23,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ടാക്സി പെർമിറ്റ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഈ പറഞ്ഞേക്കുന്ന എല്ലാത്തിന്റെയും പേപ്പർ, നമ്മളിപ്പോ കണ്ട വണ്ടികളെല്ലാം പേപ്പർ എല്ലാത്തിന്റെ പേപ്പർ ഉള്ള വണ്ടിയുടെ 25 രൂപ പേപ്പർ ഡെറ്റിയോസിന്റെ അടുത്തുള്ള 2025 രൂപ പേപ്പർ ഉള്ള വണ്ടിയാണ്. ഓക്കെ, ഈ കാണുന്ന വണ്ടിയുടെയോ? ഈ വണ്ടിക്ക് ഉണ്ട് പേപ്പർ. 2025 രൂപ പേപ്പർ. ഓക്കെ, ഇത് ഡീസൽ അല്ലേ വണ്ടി? ഡീസൽ വണ്ടി. 2016 മോഡൽ ഡീസൽ വണ്ടി അല്ലേ? 2016 മോഡൽ ഡീസൽ വണ്ടി. ഓക്കെ, അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കുന്ന വണ്ടിയാണ്. ഇന്ത്യയിൽ വാങ്ങുന്നതൊക്കെ ആണെങ്കിൽ തന്നെ കമ്പനി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം കറക്റ്റുള്ള ഒരു വണ്ടിയാണ്. സെറ്റ് എല്ലാം കമ്പനി എങ്ങനെ കൊടുത്തോ അതുപോലെ തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. കൂടുതൽ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യാം. എത്ര ഓടിയിട്ടുണ്ട് ഇത്? 1,27,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. വണ്ടിയുടെ എഞ്ചിൻ ബേ ആണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. എഞ്ചിൻ ബേ കാണിക്കാനല്ലേ അത് നോക്കിയത്. ഈ വണ്ടിക്ക് റീപ്ലേസ് ഉണ്ടായിരുന്നു. ഈ ബോണറ്റ് റീപ്ലേസ് ഉള്ളതാണ്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. അപ്പൊ ഈ ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. കാരണം അബ്രോഡ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. കമ്പനി പഞ്ച് കാര്യങ്ങളെല്ലാം ഉള്ള തന്നെയാണ്. ബോണറ്റും ക്രോസും മാറിയിട്ടുണ്ട്. അപ്പൊ ഒരു ഇടി കഴിഞ്ഞാണ്. അങ്ങനെ ഇടിയൊന്നും അല്ല, ചെറിയ രീതിയിൽ ഏതായിട്ടുള്ള ഇടിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഗ്ലാസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും മാറിയിട്ടില്ല. ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസ് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ വില എത്രയാണ്? ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 6 രൂപ കൊടുത്തേക്കാം. 6 രൂപ. 2016 മോഡൽ. 2016 മോഡൽ. ഒറിജിനൽ 16 കേട്ടോ. ഒറിജിനൽ 16 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ഇത് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന. അപ്പൊ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇതിപ്പോ ഈ കാര്യം പോലും സത്യം പറഞ്ഞാൽ ആരും അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം അല്ല അല്ലെ? നമ്മളെല്ലാം ക്ലിയർ. അപ്പൊ ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബമ്പറിന്റെ ഈ ക്രോസ് ബമ്പർ അതും റീപ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ആ 2 കാര്യങ്ങൾ റീപ്ലേസ്ഡ് ആണ്. മേജർ ആയിട്ടുള്ള രീതിയും കാര്യങ്ങളല്ലായിരുന്നു. അപ്രോണും കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. ഫുൾ ആണ് നിങ്ങൾക്ക് തന്നെ വന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ വില കേട്ടല്ലോ 6 ലക്ഷം രൂപയാണ് നമ്മൾ. 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ലോണും കയറും. 1 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ ഇറക്കിക്കൊണ്ടു. 1 ലക്ഷം രൂപ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 5-10 അങ്ങനെയൊക്കെയുള്ള റേഞ്ച് കയറും. ഓക്കെ, വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുക്കുക. നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടിയിലോട്ട് പോകാമല്ലോ. 2013 മോഡൽ ഇന്നോവ G4 റീവണ്ടി. ടാക്സി ആണോ? അല്ല, ടാക്സി അല്ല, പ്രൈവറ്റ് വണ്ടി. ടാക്സി വണ്ടി ഉണ്ട്. ഓക്കെ, 2016 മോഡൽ അല്ലേ? 2016 മോഡൽ. 2013 നമ്മള് മറ്റേ വണ്ടി വില പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് കുറച്ച് അതിന്റെ വിലയും കൂടെ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇന്നലെ നമ്മളൊരു മോഡൽ 15 മോഡൽ അല്ലേ? 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഇന്നോവക്ക് വില പറയാൻ വിട്ടുപോയി കേട്ടോ. കുറവ് പറയാനല്ല. അതിന്റെ വില എത്ര? അതിന്റെ വില എന്ന് പറഞ്ഞാൽ എങ്ങും കിട്ടാത്ത വില എന്ന് പറഞ്ഞാൽ ആ വില തന്നെ പറയണത് 11,25,000 രൂപ. ഓക്കെ, 11,25,000 രൂപ. ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേര് ഞാൻ ഇന്ന് ചോദിക്കണേ കേട്ടോ. നമ്മളിവിടെ പറയണ വില ഇതായിട്ടുള്ള വിലയല്ല. അപ്പൊ ആ വിലക്ക് നമ്മളെ വിളിച്ചു ചോദിച്ചാൽ വണ്ടികൾ അവൈലബിൾ അല്ലെന്ന് പറയുന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കമന്റ് ഒക്കെ ഇടണുണ്ട്. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയാണ്, ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒറ്റ വണ്ടി മാത്രമേ നമ്മുടെ സോൾഡ് ആയിട്ടുള്ളൂ. അതായത് എർട്ടിക മാത്രമേ സോൾഡ് ആയിട്ടുള്ളൂ. അതൊരു കോഴിക്കോടുകാരൻ തന്നെയാണ് എടുത്തത്. i20 അത് നമ്മൾ വില പറഞ്ഞില്ല. i20 വില പറഞ്ഞില്ല. അപ്പൊ ആ ഒരു എർട്ടിക ഒഴിച്ച് 2013 ഗ്രേ വണ്ടി അവർ കൊണ്ടുപോയി. ആ വണ്ടി ഒഴിച്ച് ഇപ്പൊ ആ വീഡിയോയിലും ഈ വീഡിയോയിലും കാണിക്കണം ഏത് വണ്ടിക്ക് വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോ. 100% ഗ്യാരണ്ടി നമ്മൾ തന്നിരിക്കും. നമ്മൾ വെറുതെ വെറുമ്പാക്കായിട്ട് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിലുകൾ പറയാം. ഓക്കെ, 2013 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ രജിസ്ട്രേഷൻ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ പ്രൈവറ്റ് വണ്ടിയാണ്. ടാക്സി വണ്ടി അല്ല കേട്ടോ. ഇത് പ്രൈവറ്റ് വണ്ടിയാണ്. അപ്പൊ വേറെ അപകടങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപകട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരു ക്വാർട്ടർ ഗ്ലാസ് മാറിയിട്ടുണ്ട് സൈഡിലത്തെ. ഈ ഒരു ചെറിയ ക്വാർട്ടർ ഗ്ലാസ്. ഓക്കെ, അപ്പൊ വണ്ടിയുടെ ഇന്ത്യയിലെ കാര്യങ്ങളെല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ നമുക്ക് എടുത്ത് പറയത്തൊക്കെ പറഞ്ഞാൽ നമുക്ക് അലോയ് വീലും കാര്യങ്ങളെല്ലാം പുത്തൻ ടയറാണ്. അലോയ് വീല് അപകട കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വില കൊടുക്കാട്ടോ. ഇതെന്നാ വിലയാ? 7,60,000 രൂപ കൊടുക്കാം. 2013 മോഡൽ റീ 1,75,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓ, നമ്മള് G4 അവിടെ ചെന്ന് എടുത്തു കഴിഞ്ഞാലും ഏറെക്കുറെ ആ ഒരു റേറ്റ് നമ്മള് ടാക്സ് അടക്കാനൊക്കെ തന്നെ 17 രൂപ ടാക്സ് ആവും. 1 രൂപ റേഞ്ച് ആവും. ഇപ്പൊ കേരള രജിസ്ട്രേഷൻ കിടക്കുന്നതാണോ? കേരള രജിസ്ട്രേഷൻ കിടക്കുന്നത്. അപ്പൊ വേറെ നമ്മളിപ്പോ റീ രജിസ്ട്രേഷനും കാര്യങ്ങളും വേറെ NOCയുടെ കാര്യങ്ങളൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല.
എല്ലാം പക്ക എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. കാര്യങ്ങളെല്ലാം ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വണ്ടി ഡീറ്റെയിൽ കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്ന് എടുത്തോണ്ട് പോവാ. ഹൈ ക്വാളിറ്റി വണ്ടി ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ. വില ഒന്നും കൂടെ പറഞ്ഞു തരും കേട്ടോ. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് 7,60,000 രൂപയാണ് ആസ്കിങ്. എന്തായാലും കൂടി ഞാൻ ചെയ്തു തരാം, നിങ്ങൾ ധൈര്യമായിട്ട് കയറി പോരും കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്ത വണ്ടി ഒരു ചെറിയ സ്പാർക്ക്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സ്പാർക്കിന് വില കൂടി ചോദിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ എന്നെ കുറെ പറഞ്ഞായിരുന്നു. കുറച്ച് പറഞ്ഞു. ഇത് 2012 സ്പാർക്ക് 70 രൂപ കൊടുക്കാം. 70,000 രൂപയ്ക്ക് 12 സ്പാർക്ക്. 2012 മോഡൽ സ്പാർക്ക് 80,000 കിലോമീറ്റർ ഓടിയത്. എന്തായാലൊക്കെ ഞാൻ ഭയപ്പെടുത്തി കൊടുത്തോളാം. 70 രൂപ ആസ്കിങ് ചോദിക്കുന്ന പ്രൈസ്. സ്പാർക്കിലായിരുന്നു ഇത്തിരി വില കൂട്ടിയെന്ന് പറഞ്ഞ ആൾക്കാർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, നിന്റെ വീഡിയോ അല്ല, ഇങ്ങനെ ചെറിയൊരു ഇത് ഞാൻ കേട്ടായിരുന്നു. ഇതിനകത്ത് ഫൈനാൻസ് കിട്ടൂല്ലെന്ന് തോന്നുന്നു. ഫിനാൻസ് കിട്ടത്തില്ല, ഷെയർലെറ്റിന്റെ ആയതുകൊണ്ടല്ലേ. ഓക്കെ, പിന്നെ സ്പാർക്ക് തന്നെ കേട്ടോ. ഇത് 2010 മോഡൽ 11 രജിസ്ട്രേഷൻ, വെറും 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത് ഇപ്പഴ കിടക്കുന്ന വണ്ടി. ഓക്കെ, അപ്പൊ ലിവിനെ ഇതിന്റെ എടുത്തോ. അപ്പൊ ഇതിന്റെ വില എന്നാ? അതിനായിപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ 1 രൂപ ചോദിച്ചപ്പോ ആൾക്കാർ വില കൂടുതലായി വിൽക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യം ഞാൻ കുറച്ച് പറഞ്ഞേക്കെ 85 രൂപ. 85 രൂപ അത് കൂടുതലാന്ന് പറയല്ലേ, കാരണം അത്ര ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. കാരണം എനിക്ക് അതുപോലെയൊക്കെ കിട്ടിയത്. വണ്ടി കണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ 2012 വണ്ടി. തൊട്ടപ്പുറത്ത് ഞാൻ 70 ആസ്കിങ് ഞാൻ ചോദിച്ചേക്കണത്. ഇത് എത്രയാ മോഡല്? ഇത് 2010 മോഡല് 11 രജിസ്ട്രേഷൻ. 10 മോഡല് 11 രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ വില കുറച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വണ്ടി 2011 മോഡല് സാൻഡ്രോ. 11 മോഡല് സാൻഡ്രോ. എന്താണ് വില? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ. അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഇത് നമുക്ക് പറയുകയാണെങ്കിൽ 1,40,000 കൊടുക്കാം. 1,40,000 കൊടുക്കാം. 1,40,000 സിംഗിൾ ഓണർ വണ്ടി. സാൻഡ്രോ കണ്ടല്ലോ, 2011 സാൻഡ്രോ എന്ന് പറഞ്ഞാൽ ചില വണ്ടികളൊക്കെ കാണുന്ന പോലെ അല്ല, ഫുള്ള് ക്വാളിറ്റി വണ്ടി. സാൻഡ്രോ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2009 വണ്ടി കിടപ്പുണ്ട്. ഒരു ചെറിയ വില 85 രൂപ കൊടുക്കാവുന്ന വണ്ടിയുണ്ട്. ഓക്കെ, സെറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടയറെല്ലാം പുതിയ ടയറുകളാണ് കിടക്കുന്നത്. വീൽ കപ്പ് വരുന്നുണ്ട്, സീറ്റ് കവർ വരുന്നുണ്ട്, ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങൾ, അങ്ങനെ ചെറിയ ചെറിയ ആക്സസറീസും കാര്യങ്ങളെല്ലാം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വില വരുമ്പോഴത്തേക്കും ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1,40,000. 1,40,000. ഫൈനാൻസ് കിട്ടുമോ? ഫൈനാൻസ് കിട്ടും. എത്ര രൂപ വേണ്ടി വരും? 1 രൂപ വരെയൊക്കെ ഫൈനാൻസ് കിട്ടും. അപ്പൊ ഇപ്പൊ ബാക്കി പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി 2019 മോഡൽ ആൾട്ടോ. 19 ആൾട്ടോ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, LSI, കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളോ ഒന്നുമില്ല. തട്ടുമുട്ടാപാതകളൊന്നുമില്ല. എന്താണ് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,85,000 രൂപ. 2,85,000 രൂപ. ഫൈനാൻസ് എത്ര കിട്ടും? ഫൈനാൻസ് ഫുള്ള് കിട്ടും. ഫുൾ ഫൈനാൻസ് കിട്ടും. 2,85,000 രൂപയ്ക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി ഒരു വണ്ടിയാണ്. സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. കമ്പനി സീറ്റ് കവർ കാര്യങ്ങൾ കമ്പനിയുടെ മറ്റേ ഇതായിട്ട് തന്നെയാണ് നടക്കുന്നത്. പിന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാതൊക്കെ വേണം. സെറ്റ് ഇല്ല. അതപ്പോ നമ്മൾ സെറ്റ് ഒരെണ്ണം ചെയ്യേണ്ടി വരും. പിന്നെ ടയറെല്ലാം പുതിയതാണ്. വീൽ കപ്പ് കമ്പനി സർവീസ്, ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി സുഖമായിരിക്കും ഓടിക്കാൻ. സുഖം വണ്ടി. 2,85,000 രൂപയ്ക്ക് 2019 വണ്ടി. ഫുൾ ഫിനാൻസ് കിട്ടുന്ന 1 രൂപ കൊണ്ടുപോകും. ഓക്കെ, റെഡിഗോ ഡാറ്റ്സൻഗോ 2016 വണ്ടി. 16 വണ്ടി. എങ്ങനെ ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച വണ്ടിയായിരുന്നു. അന്നേരം നമ്മൾ ഇവിടെ തന്നെ ഒരു വണ്ടി ലക്ഷം വന്ന് അഡ്വാൻസ് ഒക്കെ തന്ന്. അപ്പൊ AC കംപ്ലൈന്റ് ആയിട്ട് എടുക്കുമായിരുന്നു. ഒരു 10-15 രൂപ താഴെ മുടക്കിയാൽ AC കാര്യങ്ങളെല്ലാം പറഞ്ഞു. 10 രൂപ പള്ളിയിലച്ഛനും കൂടി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് കൂളിംഗ് കോയില്, പൈപ്പ് കാര്യങ്ങളെല്ലാം നല്ല പുതിയ സാധനങ്ങളൊക്കെ തന്നെ ഇട്ട് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നു. അപ്പൊ നമ്മുടെ ഇത് അച്ഛന്റെ യോഗം. അച്ഛനൊരാള് ഒരു കാറ് ദാനം ചെയ്തു. അപ്പൊ ഞാൻ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, അവര് അച്ഛന്റെയാണ് മറ്റേ സ്പാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ അച്ഛനോട് പറഞ്ഞ പോലൊക്കെ ഞാൻ ആ വണ്ടി എടുത്ത് വണ്ടി വീണ്ടും വിൽക്കാൻ കാണിച്ചു. അച്ഛനോട് മാറ്റിയിട്ടിരുന്നു. അച്ഛന് ഫിനാൻസ് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അച്ഛനോട് ഫിനാൻസ് കാര്യം എന്താ പള്ളിയുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ വന്നപ്പോ അതിന്റെ ഫിനാൻസും തെറ്റിപ്പോ അച്ഛനെ ഡീറ്റെയിൽസ് ഒക്കെ ഓരോരുത്തരോട് പറഞ്ഞോണ്ടിരുന്നപ്പോ അച്ഛന് വേറെ വണ്ടിയും കിട്ടി. 1,45,000 1,75,000 ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാൻ ഒരു വണ്ടിയാണ്. ഒന്നും പണിയേണ്ട ആവശ്യമില്ല. ക്ലീൻ കണ്ടീഷൻ ഫുള്ള് കണ്ടീഷൻ ആക്കി അച്ഛനെ കൊടുക്കാൻ വേണ്ടി സെറ്റ് ആയിട്ടിട്ടേക്ക്. ഇതൊക്കെ ഫുൾ ഫിനാൻസ് കയറും. അപ്പൊ ഇത് കണ്ടല്ലോ, നമുക്ക് ഇനി അടുത്തൊരു വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടിയിലോട്ട് പോകാമല്ലോ. നമുക്ക് ഈ കാണുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അമീനെ തന്നെ, അമീൻ നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഡയറക്റ്റ് വിളിച്ചിട്ട് വണ്ടി വന്നൊന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടതിന് ശേഷം എടുത്തുകൊണ്ട് പോവുക. നല്ല വണ്ടികളാണ് കിടക്കുന്നതെല്ലാം. നമുക്ക് അടുത്തൊരു വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് അമീൻ ഫ്ലൈ വീൽസ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. എപ്പോഴും ഞാൻ പറയണല്ല. അപ്പൊ നമ്മുടെ അടുത്ത വണ്ടി നമുക്ക് ആൾട്ടോ കാണിച്ചാലോ മോനെ? ആൾട്ടോ കാണിച്ചേക്കാം. ഇത് 2020 ആൾട്ടോ VXI 20 ആൾട്ടോ.
വണ്ടി കണ്ടാലും പറയാം നമുക്ക് ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ 21 വണ്ടി, 21 മോഡൽ വണ്ടി. ഓക്കെ, 2021 മോഡൽ ആൾട്ടോ. അപ്പൊ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കുമല്ലോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സീറ്റ് കാർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെയിൽ ഉണ്ട്, പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അടിഭാഗം നോക്കിക്കഴിഞ്ഞാലും എല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുന്ന മാറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വീൽ കപ്പ് വരുന്നുണ്ട്. പിന്നെ ടയർ എല്ലാം പുതിയ ടയറാണ് കിടക്കുന്നത്. പിന്നെ എടുത്തു പറയത്തൊക്കെ വേണം, തട്ടോമുട്ട വല്ലതും ഉണ്ടോണോ? ഒന്നുമില്ല, തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയെല്ലാം ക്ലീൻ കണ്ടീഷൻ കിടക്കുന്നത്. എന്താണ് ചോദിക്കുന്ന വില? ഇത് നമുക്ക് 69,000 കിലോമീറ്റർ പോയിട്ടുണ്ട്. സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, അപാകത കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേറൊരു 3,45,000 രൂപ. 3,45,000. എത്ര VXI വണ്ടി? ടോപ്പ് എൻഡ് വേരിയന്റ്, ടോപ്പ് എൻഡ് ഒരെണ്ണത്തിൽ താഴെ. ഓക്കെ, അപ്പൊ പറഞ്ഞോ, എത്ര? 3,45,000 മാക്സിമം ലോൺ കയറും, ഫുൾ ഫിനാൻസ് ആയി കയറും. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി ടാക്സി വണ്ടി, ആൾട്ടോയുടെ ടാക്സി, 2023 ടാക്സി വണ്ടി. ഓക്കെ, പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി, 40,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡ് ഒന്നുമില്ല. ഈ ഒരു റൈറ്റ് സൈഡിലെ ഡോറ് മാറിയിട്ടുണ്ട്. അതായത് ഷെല്ലടിച്ചു പൊളിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല. ചെറിയ ഇവിടെ ഒരു ഡെന്റ് വന്നപ്പോ കമ്പനി തന്നെ റീപ്ലേസ് ചെയ്തേക്കണാണ്. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തായിരിക്കും. ഇൻഷുറൻസ് ക്ലെയിം ചെയ്തേക്കണം. 2023 വണ്ടിയാണ്. അപ്പൊ ചെറിയ ഡെന്റ് വന്നപ്പോ പുള്ളി കയറ്റിയപ്പോ 40,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. എന്താണ് ഇപ്പൊ ചോദിക്കുന്നതല്ല? വേറെ 3,60,000 രൂപ. 3,60,000. എന്തേലും കൂടി അങ്ങ് കുറച്ച് കൊടുത്തേക്കാം. കുറച്ച് കൊടുക്കും. ശകലം കൂടി അങ്ങ് കുറച്ച് കൊടുക്കാം. 3,60,000 രൂപ നമ്മൾ ആസ്കിംഗ് പ്രൈസ്. പേപ്പർ പോകാങ്ങളൊക്കെ 2023 രണ്ടാം മാസം വണ്ടി. ക്ലാസ് നോക്ക്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി. പേപ്പർ എന്തോരം ഉണ്ട്? പേപ്പറും ഉണ്ട്. എല്ലാം ക്ലിയർ. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ടാക്സി വണ്ടിയാണ്. നമ്പറും കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തര്. ടാക്സി വണ്ടിയാണ്, യൂബർ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ടാക്സി വണ്ടിയാണ്. വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് പോവാം. അടുത്ത വണ്ടി അത് ആയി കിടക്കണോടാ, കച്ചവടമായി. ഓക്കെ, അപ്പൊ പിന്നെ സ്വിഫ്റ്റ് പറഞ്ഞേക്കാം. സ്വിഫ്റ്റ് പറയാലോ. 2016 മോഡൽ ഡീസൽ വണ്ടി, വീഡിയോ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടി, 1,00,000 കിലോമീറ്റർ ഓടി. ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഒന്നുമില്ല വണ്ടിക്കകത്ത്. ഇനി വേറെ എടുത്ത് പറയാൻ ഒന്നും ചെയ്യാനില്ല. പക്ക ക്വാളിറ്റി വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, ടാക്സി ആണോ? അല്ലല്ലോ, ടാക്സി അല്ല. ഡീസൽ വണ്ടി. 34 കിലോമീറ്റർ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന, അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുൾ ക്വാളിറ്റി വണ്ടി. ഓക്കെ. അപ്പൊ എന്താണ് ചോദിക്കുന്ന വില? 4,85,000 രൂപക്ക് പുതിയ ഫുൾ കാർ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. 4,85,000 രൂപയ്ക്ക് എത്ര വരെ കയറും? ഇതൊക്കെ 4 രൂപ 4,000 രൂപ ഉറപ്പായിട്ട് കയറും. 4 രൂപ വരെ നമുക്ക് ചോദിക്കാം. 4 രൂപ വരെ കിട്ടും. 4 രൂപ വരെ ചോദിക്കാം. അപ്പൊ ബാക്കി ആ 10, 25,000, 30,000 രൂപ പോട്ടെ, ഒരു 50,000 രൂപ കൂട്ടിക്കും. 50,000 രൂപ ഉണ്ടെങ്കിൽ മാക്സിമം 50 രൂപ വരെ കൂട്ടിയാൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത വണ്ടി ഗ്രാൻഡ് ഐറ്റൺ, 2017 മോഡല് ഗ്രാൻഡ് ഐറ്റൺ, സിംഗിൾ ഓണർ വണ്ടി, 85,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപാകത കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് വെറും ചെറിയ പ്രൈസിന് കൊടുക്കാം കേട്ടോ. 3,50,000 രൂപ കൊടുത്തേക്കാം. 3,50,000 രൂപ കൊടുക്കാം. ഇതൊക്കെ മാക്സിമം ഫിനാൻസ് വരും. ഫുൾ ഫിനാൻസ് നമുക്ക് നോക്കാവുന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. 77,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ. മാഗ്ന വേരിയന്റ് ആണ് വരുന്നത്. കാര്യങ്ങൾ വരുന്നുണ്ട്. രണ്ടാമത് എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് കാര്യങ്ങൾ അങ്ങനെ സാധാരണ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടുന്നുണ്ട്. മാഗ്ന വണ്ടിയാണ്. അലോയ് വീൽ അല്ല, കപ്പാണ് വരുന്നത്. പിന്നെ എടുത്തു പറയാത്തൊക്കെ വേണം എന്തെങ്കിലും ഇടിയോ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, എല്ലാം ക്ലീൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ വണ്ടി കണ്ടല്ലോ. വണ്ടി ഇതിപ്പോ ഇടയ്ക്കൊക്കെ കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് എല്ലാ വണ്ടിയുടെയും ഫുൾ വ്യൂ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. വണ്ടി എല്ലാം അടുക്കി ഇട്ടേക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ നേരിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇത്രയും വണ്ടി മാറ്റിയിട്ട് നമ്മൾ ഇറക്കി കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് അടുത്തൊരു വണ്ടി. അപ്പൊ ഇത് റേറ്റ് 3.5 ലക്ഷം രൂപ ഫുൾ ഫിനാൻസ് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത വണ്ടി 2012 മോഡൽ റിറ്റ്സ് 2012 റിറ്റ്സ്. ഓക്കെ, 2012 മോഡൽ റെഡ്സ് വീഡിയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ അല്ല, സെക്കൻഡ് തേർഡ് 12 വരെ ആയി കഴിഞ്ഞപ്പോ സെക്കൻഡ് തേർഡ് വരെ ആയി അല്ലേ? കൺഫേം ചെയ്യണം, നോക്കാതെ പറയാ. അപ്പൊ എങ്ങനെയുണ്ട് ഇതിന്റെ കണ്ടീഷനും കാര്യങ്ങളും? വണ്ടി കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല, പക്കാ ക്വാളിറ്റി തന്നെയാണ്. അപാകത കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. താഴെ ഫോർമാറ്റിംഗ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വന്നേക്കുന്ന ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക വണ്ണം എന്തെങ്കിലും റിപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയുടെ ബാക്കി ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ക്ലീനാ അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ക്ലീനാ. നമ്മൾ ഓണർഷിപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുഴപ്പമില്ല. അതിപ്പോ എത്രയാ? നമുക്ക് 2.5 രൂപ കൊടുക്കാം. 2.5 രൂപയ്ക്ക് 2 ലക്ഷം രൂപ കൊടുക്കാം. 2 ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം. അപ്പൊ വണ്ടി നിങ്ങൾ കണ്ടല്ലോ,
നമുക്ക് അടുത്തൊരു വണ്ടിയിലോട്ട് കിടക്കാം. അടുത്ത വണ്ടിയിലോട്ട് കിടക്കാം. ഇതേതാണ് മോഡല്? 2017 മോഡൽ ഗ്രാൻഡ് ഐറ്റം തന്നെ. 17 മോഡൽ ഗ്രാൻഡ് ഐറ്റം. സ്പോർട്സ് വേരിയന്റ് തന്നെ സിംഗിൾ ഓണർ വണ്ടി. ഇതിന്റെ തേർഡ് ഓണർ കേട്ടോ. അത് തേർഡ് ഓണർ അല്ലേ? ഓക്കെ. ഇത് സിംഗിൾ ഓണർ വണ്ടി തന്നെ. 60,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് ഉള്ള 2017 ആയിട്ടുണ്ട്. ഗ്രാൻഡ് ഐറ്റം സ്പോർട്സ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം കണ്ടീഷൻ വണ്ടി, ഫുൾ ക്വാളിറ്റി വണ്ടി. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം പുതിയ ടയറുകളാണ് അല്ലേ? ഓക്കെ. ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ, സീറ്റ് കവർ എല്ലാം ഉണ്ട്. ടച്ച് സ്ക്രീൻ ആണോ? അല്ല, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ ചോദിക്കുന്ന വില? ഇത് നമുക്ക് വെറും 3,85,000 രൂപ കൊടുക്കാം. 3,85,000 രൂപ. അപ്പൊ മാഗ്നയാണത്, ചോദിക്കാൻ നിൽക്കണ്ട. എത്ര കയറായിരിക്കും? ഫുള്ള് കയറും, മാക്സിമം കയറ്റിവിടാം. ഓക്കെ. നമ്മുടെ അടുത്തൊരു വണ്ടി, അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ 2021 മോഡൽ ആൾട്ടോ. ടാക്സി അല്ല, പ്രൈവറ്റ് വണ്ടി. 21 മോഡൽ ആൾട്ടോ പ്രൈവറ്റ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അപ്പൊ വണ്ടിക്കകം നോക്കി കഴിഞ്ഞാൽ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ വരുന്നില്ല. പിന്നെ എടുത്തു പറയത്തക്ക വണ്ണം എന്തെങ്കിലും തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും ലോ കിലോമീറ്റർ, 25,000 കിലോമീറ്റർ ഓടി വണ്ടി പോയിട്ടുള്ളൂ. വണ്ടിയെല്ലാം കമ്പനി ടയർ തന്നെ നടക്കുന്നത് അല്ലേ? കമ്പനി ഒന്നെങ്കിലും ടയർ തന്നെ നടക്കുന്നത്. കമ്പനി ടയർ തന്നെ. 25,000 കിലോമീറ്റർ കമ്പനി ടയർ മാറിയോ? 25,000 ആയപ്പോഴും മാറിയോ? 25, 29 അങ്ങനെയുണ്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ പുതിയ ടയറാണ്. എന്തായാലും പുതിയ ടയർ നടക്കുന്നത്. പുത്തൻ ടയറാണ്. ഓക്കെ. അപ്പൊ വേറെ എടുത്തു പറയത്തൊക്കെ വേണം എന്തെങ്കിലും പ്രശ്നം? ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. ഓക്കെ. അപ്പൊ വണ്ടി എല്ലാം ചെക്ക് ചെയ്യാം നമുക്ക്. ഫുൾ അപ് ടു ഡേറ്റ് ഹിസ്റ്ററി കാര്യങ്ങൾ, ഈ പറഞ്ഞ കിലോമീറ്റർ കാര്യങ്ങളെല്ലാം ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ്. എന്താണ് വില? ഇത് നമുക്ക് 3,50,000 രൂപ. 3.5 ലക്ഷം രൂപ. ഫൈനാൻസ് കിട്ടും, മാക്സിമം കിട്ടും. 3.5 എന്തെങ്കിലും താഴുവോ? 3.5 ആവും. 3.5 എന്തെങ്കിലും താഴുവോ? കുറച്ചും കൂടെ താഴുവോ? താത്ത ഈ വണ്ടിക്കൊക്കെ താത്താട്ടാ. ഇത് ഇതായി കിടക്കുന്നതാണോ? ഇതായി. ചെറിയ വണ്ടി, ഈ വണ്ടി പറയാം. ഇയോൺ. അപ്പൊ പറഞ്ഞ മോഡൽ എത്രയാണ്? എങ്ങനെ ഞാൻ ആ വണ്ടിക്ക് പറഞ്ഞ അടുത്ത ആൾക്കാർ ചോദിക്കണമല്ലോ. ആ വണ്ടിക്കാരനും ചോദിച്ചോന്ന് എനിക്ക് കൊടുക്കാൻ ഇല്ലല്ലോ. ഇല്ല. ഓക്കെ. ഇത് 2011 മോഡല് ഇയോൺ അറാ പ്ലസ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണോ? ഇത് സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 82,500 കിലോമീറ്റർ. ഓക്കെ. സെക്കൻഡ് ചെറിയ ഇറക്കി കൊടുക്കാം. ഫുൾ 1,40,000 രൂപ കൊടുക്കാം. 1,40,000 രൂപ ഇയോണോ? 1,40,000 രൂപയ്ക്ക് കിടക്കുന്ന ഇയോൺ ക്വാളിറ്റി വണ്ടിയാണ്. മാക്സിമം ഫിനാൻസ് 1,000 രൂപ വരെയൊക്കെ ഫിനാൻസ് വരും. 10-15 രൂപ നമുക്ക് ഇറക്കാവുന്ന വണ്ടിയാണ്. ആണോ? അപ്പൊ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വണ്ടിയാണിത്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡ് ഒന്നും ഉണ്ടായിട്ട് കുറച്ചേക്കണല്ലോ. ഒക്കെ ഓണം ഓഫർ. മെക്കാനിക്കലൊക്കെ എങ്ങനെയാണ്? മെക്കാനിക്കൽ കാര്യങ്ങളെല്ലാം പക്കയാണ്. അപ്പൊ സീറ്റ് കാർ കാര്യങ്ങളെല്ലാം പുതിയത് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാതെ കാണാം, മെക്കാനിക്കൽ പക്കയാണെന്നുണ്ടെങ്കിൽ വേറെ നോക്കാനില്ല. അപ്പൊ നിങ്ങൾ വന്ന് വേറൊരു മെക്കാനിക്കും കൂടെ ആയിട്ട് വന്ന് നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൂടെ ക്ലിയർ ചെയ്ത്, അല്ലേ? നമ്മൾ പറയുന്നത് വിശ്വസിക്കണോ? വേണ്ട, നമ്മൾ പറയുന്നത് വിശ്വസിക്കണോ ഞാൻ പറയില്ല. ഇല്ല, നമ്മളെല്ലാരും ഞാൻ നിന്നെ കാണുന്ന പോലെ ആയിരിക്കും ബാക്കി പല ആൾക്കാരെയും കാണുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസപ്പെട്ട ഒരാളെ ഇതാക്കി നിങ്ങൾ വണ്ടി എടുത്താൽ മതി. അപ്പൊ ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം ഒട്ടുമിക്ക കാര്യങ്ങളും അറിയാം. അങ്ങനെയാണ് ഇവർ ഷോറൂമിലോട്ട് വണ്ടി എടുത്ത് ഇടുന്നത്. അപ്പൊ ഇവരുടെ നോളജ് വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ വിശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മെക്കാനിക്കായിട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വണ്ടിയെപ്പറ്റി അറിയാവുന്ന നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരായിട്ട് വന്ന് റിവ്യൂ ചെയ്ത് നമ്മുടെ അടുത്ത് നിന്ന്, അതായത് 5 വീൽസിൽ നിന്ന് വണ്ടി എടുക്കുക. അങ്ങനെ ഞങ്ങൾ പറയുള്ളൂ. കാരണം വണ്ടിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഒരു വണ്ടി കൂടെ ഉണ്ടോ? ഇനി 3-4 വണ്ടി ഉണ്ട്, പുറത്ത് കിടക്കുവാണ്. ഒമിനി പറഞ്ഞല്ലേ? ഓക്കെ. ഒമിനി 2 മണം കിടപ്പുണ്ട് കേട്ടോ. ഇതെന്നാ വില? ഇത് 2008 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. അപാകത കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഫുൾ പേപ്പർ, 28 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. വില എന്താണ്? ഇത് നമുക്ക് 1 രൂപ കൊടുത്തേക്കാം. 1 ലക്ഷം രൂപയ്ക്ക്. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഒമിനിയും കൂടെ കിടക്കുവാണേ. എന്നാ പിന്നെ 2010 വണ്ടി എന്റെ കിടപ്പുണ്ട് ഒമിനി. അത് ഷോറൂമിൽ കേട്ടത് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മെക്കാനിക്കൽ വെക്കാണ്. പക്ഷെ ബോഡിയിലിട്ട് ചെറിയ ചെറിയ വർക്കുകൾ അവിടെ പെയിന്റിംഗ് ചെയ്തിട്ടില്ല. അതിന് 68 രൂപ കൊടുക്കാം. അപ്പൊ ആ വണ്ടി നമുക്ക് കാണിക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലില്ല. അപ്പൊ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് കൊടുത്തേക്കും. അപ്പൊ 68 ചെയ്തിട്ടില്ല. കാണുന്ന കണ്ടീഷനിൽ പറഞ്ഞാൽ ഇന്നത്തെ വില 68 രൂപയ്ക്ക് 2010 മോഡൽ. ഈ വണ്ടി അല്ല കേട്ടോ, ഈ നമ്മളിപ്പോ അല്ല, ഈ വണ്ടിയുടെ വില 1 ലക്ഷം രൂപ അല്ലേ? ഈ വണ്ടിയുടെ വില 28 വരെ പേപ്പറുള്ള വണ്ടി. 28 വരെ പേപ്പറുള്ള വണ്ടിയാണ്. 1 ലക്ഷം രൂപയാണ്. മറ്റേ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തേര്. 2010 മോഡൽ സെക്കൻഡ് ഓണർ ഒമിനിയാണ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ ആണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വന്നില്ല. ചെറിയ ചെറിയ ബോഡിയിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും തുരുമ്പോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല മേജറായിട്ട്. ആ വണ്ടി നമുക്ക് വെറും 68 രൂപ ഓഫർ പ്രൈസ്, ഡീലർ പ്രൈസ് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തേര്. ഫ്ലൈ വീൽസ് ഇതല്ല കേട്ടോ, ഈ വണ്ടി അല്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ കമന്റ് വന്ന് പിന്നീട് നമ്മളെ തെറി പറയരുത്.
ഈ വണ്ടിയല്ല, ഈ കാണുന്ന വണ്ടിയല്ല, ഇതിന്റെ വില 1 ലക്ഷം രൂപയാണ്. അവൻ പറഞ്ഞ വണ്ടി വേറെയാണ്. അതിപ്പോ എന്തായാലും ഷോറൂമിൽ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമുക്ക് ഷോർട്സ് എടുത്താലോ? എടുത്തിട്ടേക്കാം. അതിന്റെ ഒരു വണ്ടി നമുക്ക് ഷോർട്സ് എടുത്തിട്ടേക്കാം, വന്നാൽ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ. എന്റെ ഒരു ചാനലുണ്ട്, ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമീൻ ഫ്ലൈ വീൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ചാനലിലെ കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വണ്ടികളുടെ ഓരോ വണ്ടികളുടെ അപ് ടു ഡേറ്റ് ഡീറ്റെയിൽസ് 1/2 ആയിട്ട് ഓരോ വണ്ടിയുടെ സ്പെസിഫൈ ചെയ്ത് എനിക്ക് എടുത്ത് അതിന്റെ ഓരോ ഷോർട്ട് റീൽ പോലെയും കാര്യങ്ങൾ പോലെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഞാൻ പറയുന്നുണ്ട് ആ ചാനലിൽ. മാക്സിമം നിങ്ങൾ എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും അയച്ചു കൊടുത്തേക്കണം. മാക്സിമം സെറ്റായിട്ട് നിങ്ങൾക്ക് സെറ്റായിട്ടൊരു വണ്ടി എടുത്തു തന്നിരിക്കും, ഉറപ്പ്, എന്റെ ഗ്യാരണ്ടി 100%. അതിൽ ഓഫർ ആയിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ 5 TV ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 2 TV ഞാൻ കൊടുത്തായിരുന്നല്ലോ. അതിന്റെ ഡെലിവറി വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ബാക്കി TV ഉണ്ട്, പിന്നെ നറുക്കെടുപ്പിലൂടെ ഒരു TV എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നൊക്കെ ചിങ്ങ 1 തൊട്ട് നമ്മൾ തുടങ്ങിയതായിരുന്നു. അഡ്വാൻസ് തരുന്ന എല്ലാവരും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പൊ ഇനി 2 TV നമ്മളെ നിന്ന് പോയിട്ടുള്ളൂ. അപ്പൊ ആൾക്കാർ പറഞ്ഞ പോലെ വെറുതെ കൊടുക്കണമല്ല. കോഴിക്കോട് എന്നുള്ള ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ചോദിച്ച വീഡിയോ ഒരു വണ്ടി കൊണ്ടുപോയത് കോഴിക്കോടുകാരാണ്. അനുശ്വരി ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു TV നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ഇവിടെ തന്നെയുള്ള തലപ്പുറമ്പിലുള്ള ഒരു മോളി ചേച്ചി എന്ന് പറഞ്ഞാൽ അവർ ഫാമിലി വന്ന് ഇന്നൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 TV പോയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫോട്ടോ സഹിതം ഉള്ളതാണ്. പിന്നെ ബാക്കി 3 TVയും ഒരു നറുക്കെടുപ്പിലൂടെയുള്ള TV നിങ്ങൾക്ക് കിട്ടും. അപ്പൊ മറക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചോട്ടോ. അമീൻ ഫ്ലൈ വീൽസും ഇടയ്ക്കിടയ്ക്ക് പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് ചാനലിന്റെ പേരില്ല.